നമസ്കാരം. ഈ ആകാശത്തോടെ പറന്നു പോകുന്ന പച്ച തത്തയൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ടായിരിക്കും. നമുക്കിന്ന് പച്ചോല കൊണ്ടൊരു തത്ത ഉണ്ടാക്കി നോക്കാം. ഇതുണ്ടാക്കാനുള്ള സാധനങ്ങളൊക്കെ അടുത്തുനിന്ന് വീട്ടിൽ നിന്നൊക്കെ കിട്ടുന്ന കാരണം ഇതുണ്ടാക്കാൻ വളരെ എളുപ്പമാണ്. അപ്പൊ നമുക്ക് ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കിയാലോ. ആദ്യം നമുക്ക് തത്ത ഉണ്ടാക്കാൻ വേണ്ടി ആവശ്യമുള്ള പച്ചയോല തെങ്ങിൽ നിന്ന് കട്ട് ചെയ്തെടുത്തോണ്ട് വരിക. എന്നിട്ട് അതിന്റെ ഓലയും ഈർക്കിലിയും തമ്മിൽ നമുക്ക് സെപ്പറേറ്റ് ചെയ്തെടുക്കുക. അതിന് വേണ്ടിയിട്ട് ഒരു കട്ടിയുള്ള നൈഫ് എടുത്ത് ഈർക്കിലിയോട് ചേർത്ത് കട്ട് ചെയ്തെടുക്കുക. ഓലയുടെ ടിപ്പ് നമുക്ക് വേണമെന്നില്ല, അത് നമുക്ക് ആവശ്യമുണ്ടെങ്കിൽ മാത്രം നമ്മൾ കട്ട് ചെയ്തെടുത്താൽ മതി. അപ്പം നമുക്ക് ഇതുപോലത്തെ 2 പീസ് കിട്ടും. എന്നിട്ട് അതിൻ്റെ ഏറ്റവും അറ്റത്തെ കുറച്ച് ലെങ്ത് ഉള്ള ടിപ്പ് നമ്മൾ മടക്കി ലെവൽ ചെയ്തൊന്ന് കട്ട് ചെയ്യുക. മടക്കിയിട്ടൊന്ന് നമുക്കൊന്ന് നല്ലതായിരിക്കും. എന്താണെന്ന് വെച്ചാൽ നമുക്ക് നല്ല ലെവലായിട്ട് കിട്ടും. അല്ലാതെ കട്ട് ചെയ്ത് നമുക്ക് അത്രയ്ക്ക് ലെവലായിട്ട് കിട്ടണമെന്നില്ല. എന്നിട്ട് നമ്മൾ ആ പുറകിലത്തെ കട്ടിയുള്ള സ്ഥലവും കട്ട് ചെയ്ത് മാറ്റും. ആ മുറിച്ചെടുത്തതിൽ നിന്ന് ഒരെണ്ണം എടുത്ത് ഇതുപോലെ വളച്ച് പിടിക്കുക. മറ്റേ ഒരെണ്ണം എടുത്ത് അതിൻ്റെ അകത്തൂടെ എടുത്ത് അതിൻ്റെ കൂട്ടത്തിൽ തന്നെ പിടിക്കുക. എന്നിട്ട് അതിൻ്റെ താഴോട്ട് കിടക്കുന്ന അറ്റം എടുത്ത് അടിയിൽ കൂടെ കൊണ്ടുപോയി മുകളിൽ കൂടെ എടുത്ത് പിടിക്കുക. എന്നിട്ട് അതിൻ്റെ താഴോട്ട് കിടക്കുന്ന മറ്റേ അറ്റം എടുത്ത് ആ കെട്ടിൻ്റെ അകത്തൂടെ എടുത്ത് ഇപ്പുറത്തോട്ട് കൊണ്ടുവരിക. എന്നിട്ട് പതുക്കെ വലിക്കുക. ഒത്തിരി മുറുക്ക വലിച്ചാൽ ചിലപ്പം ഓല പൊട്ടിപ്പോകാനുള്ള സാധ്യതയുണ്ട്. അപ്പം പതുക്കെ സൂക്ഷിച്ച് വലിക്കണം. അപ്പം നമുക്കൊരു ബോൾ പോലെ കിട്ടും. എന്നിട്ട് ആ ബോളിനെ പതുക്കെ വലിച്ച് ടൈറ്റ് ആക്കി എടുക്കുക. എന്നിട്ട് നമ്മൾ ഇവിടെ ഒരു ചെറുതായിട്ടൊരു വെട്ടിട്ട് കൊടുക്കുക. ഇതുപോലെ പിടിച്ചിട്ട് ചെറുതായിട്ട് വെട്ടിട്ട് കൊടുക്കുക. അതിന് ശേഷം അപ്പുറത്ത് കിടക്കുന്ന സൈഡ് എടുത്ത് ഈ വെട്ടിനകത്തൂടെ കയറ്റി വലിച്ചെടുക്കുക. ഓപ്പോസിറ്റ് സൈഡും നേരത്തെ ചെയ്തതുപോലെ തന്നെ ചെയ്യുക. പണ്ടുകാലത്ത് വീട്ടിലും അമ്പലത്തിലും ഒക്കെ ഉള്ള ചടങ്ങുകൾക്ക് ഇതുപോലത്തെ തോരണങ്ങളായിരുന്നു ഉപയോഗിച്ചിരുന്നത്. ഇത്രയും ചെയ്ത് കഴിയുമ്പോൾ തന്നെ ഇത്തിരി സൈഡ് നമുക്ക് എക്സ്ട്രാ ലോങ് ആയിട്ട് കിട്ടും. അപ്പോൾ ആ സൈഡ് 2 നമ്മൾ ഇത്തിരി ഷോർട്ടാക്കി കൊടുക്കുക. എന്നിട്ട് നമുക്ക് ഇതിൻ്റെ തല വെട്ടിയിടുക. തല ഞാനിപ്പം സിമ്പിളായിട്ടാണ് കട്ട് ചെയ്യുന്നത്. എനിക്കിഷ്ടമുള്ള രീതിയിൽ കട്ട് ചെയ്തെടുക്കാം. അതിനുശേഷം നമുക്ക് ഇതിൻ്റെ വാല് കട്ട് ചെയ്തെടുക്കാം. വാല് പുറകിലത്തെ അറ്റം നീളത്തിൽ കട്ട് ചെയ്തെടുത്താൽ ഇതിൻ്റെ വാല് റെഡിയാവും.
ഇപ്പം നമ്മുടെ തത്ത ഏകദേശം റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിത് തൂക്കിയിടുന്ന എങ്ങനെയാണെന്ന് നോക്കാം. ആദ്യം നമുക്കൊരു ഈർക്കിലി എടുക്കുക. അതിൻ്റെ ഏറ്റവും മെലിഞ്ഞ അറ്റം നമുക്കൊന്ന് ഒരു കെട്ടിട്ടെടുക്കാം. അതിനുശേഷം ഈർക്കിലിയുടെ വണ്ണമുള്ള അറ്റം നമുക്കൊന്ന് കൂർപ്പിച്ചെടുക്കാം. കൂർപ്പിച്ചെടുത്ത അറ്റം തത്തയുടെ അടിയിൽ കൂടെ ഒന്ന് കോർത്തെടുക്കാം. ഇതാ നമ്മുടെ തത്തമ്മ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇതെല്ലാവരും വീട്ടിലുണ്ടാക്കി നോക്കുമല്ലോ. അടുത്ത വീഡിയോയുമായി വീണ്ടും കാണാം.